കുട്ടികളുടെ ജീവിതത്തിൽ വെളിച്ചം പകരേണ്ടവരാണ് അധ്യാപകർ. എന്നാൽ മുംബൈയിലെ +1 വിദ്യാർത്ഥിയുടെ ജീവിതം ഇരുട്ടിലാക്കിയ ഒരു അധ്യാപികയെക്കുറിച്ച് കേട്ടു. 16-കാരനെ സ്നേഹം നടിച്ച് ടീച്ചർ പഞ്ചനക്ഷത്ര ഹോട്ടലിലുൾപ്പെടെ കൊണ്ടുപോയി ലൈംഗികമായി ചൂഷണം ചെയ്യുകയായിരുന്നു. 1 വർഷത്തോളമാണ് ടീച്ചറും കൂട്ടുകാരിയും ചേർന്ന് കുട്ടിയെ പീഡിപ്പിച്ചത്. കേസിൽ മുംബൈയിലെ പ്രമുഖ സ്കൂളിലെ അധ്യാപിക പോക്സോ നിയമപ്രകാരം അറസ്റ്റിലായി. അധ്യാപികയുടെ സുഹൃത്തായ യുവതിക്കെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട്. മുംബൈയിലെ പ്രമുഖ സ്കൂളിലെ ഇംഗ്ലീഷ് അധ്യാപികയായ 40 വയസ്സുകാരിയാണ് അറസ്റ്റിലായത്. ഇവർ വിവാഹിതയും 2 കുട്ടികളുടെ അമ്മയുമാണ്. അധ്യാപികയുടെ ഉപദ്രവം സഹിക്കാൻ വയ്യാതായതോടെയാണ് വിദ്യാർത്ഥി വീട്ടുകാരുടെ വിവരം വെളിപ്പെടുത്തിയത്. തുടർന്ന് വീട്ടുകാർ പോലീസിനെ അറിയിക്കുകയായിരുന്നു. അധ്യാപികയുടെ സുഹൃത്തായ യുവതിക്കെതിരെയും സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. സ്കൂളിലെ വാർഷികാഘോഷത്തിനുള്ള നൃത്തപരിശീലനത്തിനിടെയാണ് അധ്യാപികയും വിദ്യാർത്ഥിയും ആദ്യം പരിചയത്തിലായത്. അധ്യാപികയുടെ അതിക്രമം വിദ്യാർത്ഥി ആദ്യമൊക്കെ എതിർത്തെങ്കിലും അനുനയിപ്പിക്കാനും അടുപ്പം തുടരാനുമായി സ്കൂളിന് പുറത്തുള്ള തന്റെ സുഹൃത്തായ ഒരു യുവതിയെ അധ്യാപിക ചുമതലപ്പെടുത്തുകയായിരുന്നു. ഈ യുവതി വിദ്യാർത്ഥിയുമായി നിരന്തരം സംസാരിക്കുകയും അധ്യാപികയുമായുള്ള ബന്ധത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. മുംബൈയിലെ വിവിധ പഞ്ചനക്ഷത്ര ഹോട്ടലുകളിലടക്കം അധ്യാപിക വിദ്യാർത്ഥിയെ കൊണ്ടുപോയിരുന്നു. കാറിൽ ആളൊഴിഞ്ഞ സ്ഥലത്തേക്ക് കൊണ്ടുപോയി വിവസ്ത്രനാക്കി ഉപദ്രവിച്ചെന്നും മദ്യം കുടിപ്പിച്ചെന്നും പരാതിയിലുണ്ട്. അധ്യാപികയുടെ നിരന്തരമായ പീഡനം കാരണം വിദ്യാർത്ഥിക്ക് മാനസിക ശാരീരിക പ്രശ്നങ്ങൾ അനുഭവപ്പെട്ടിരുന്നു. ഇതിന് അധ്യാപിക തന്നെ മരുന്ന് നൽകിയിരുന്നതായും പോലീസ് പറഞ്ഞു. അധ്യാപികയുടെ കാറും അന്വേഷണ സംഘം പിടിച്ചെടുത്തു. വിദ്യാർത്ഥിയുടെ പെരുമാറ്റത്തിൽ മാറ്റം ശ്രദ്ധയിൽപ്പെട്ട കുടുംബം ചോദ്യം ചെയ്തപ്പോഴാണ് സംഭവം പുറത്തറിയുന്നത്. മകൻ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്നതോടെ അധ്യാപിക ശല്യപ്പെടുത്തുന്നു നിർത്തുമെന്ന് കരുതിയ കുടുംബം സംഭവം ആദ്യം രഹസ്യമായി സൂക്ഷിച്ചു. എന്നാൽ 12ാം ക്ലാസ് പരീക്ഷ പാസ്സായ ശേഷവും വിദ്യാർത്ഥിയെ അധ്യാപിക ശല്യപ്പെടുത്തുകയായിരുന്നു. കുട്ടികൾക്കെതിരായ അതിക്രമങ്ങളുമായി ബന്ധപ്പെട്ട വിവിധ വകുപ്പുകൾ ചുമത്തിയാണ് അധ്യാപികയെ അറസ്റ്റ് ചെയ്തത്. ന്യൂസ് 18 മുംബൈ.